ഹലോ യെസ് എപ്പോ ഓക്കെ സർ. Come on. എവിടോ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. Follow me. മിസ്റ്റർ ഭാസ്കർ ഇവിടെ നിൽക്കണം. രണ്ടുപേരെ ഗേറ്റിനടുത്ത് നിർത്തൂ. ഒറ്റയാളെയും പുറത്തു വിടരുത്. Come on. Move fast. പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. ഒന്ന് കാണാൻ വേണ്ടി മാത്രം. വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അറിയാം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം കാണിക്കേണ്ടി വന്നു. ക്ഷമിക്കാം. ഇവിടെ ഈ മുറിക്കകത്ത് നിങ്ങൾ എങ്ങനെ കയറി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആനി. എന്റെ പേരെങ്ങനെ മനസ്സിലായി? പേര് മാത്രമല്ല, ആനിയെക്കുറിച്ച് എല്ലാം എനിക്കറിയാം. ആനി നൃത്തം ചെയ്യാറില്ലേ? ആനി അറിയാതെ ഞാൻ ഒരുപാട് പ്രാവശ്യം ആനിയെ നോക്കി നിന്നിട്ടുണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? ആദ്യം കണ്ട നിമിഷം തന്നെ ആനിയുടെ രൂപം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. തുറന്നു പറയാൻ പേടിയായിരുന്നു. സത്യം പറഞ്ഞാൽ ആനിയെ സ്നേഹിക്കാനുള്ള അർഹത എനിക്കില്ല. ആനി ആകാശത്ത് തിളങ്ങി നിൽക്കുന്നൊരു വെള്ളി നക്ഷത്രമാണ്. ഞാനൊരു പുൽക്കുടി. തെറ്റാണ് ഞാൻ ചെയ്തത്. മനോഹരിയായ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ അവൾ അറിയാതെ കയറി ചെല്ലുക പൊറുക്കാനാവാത്ത തെറ്റാണ്. ആനി എന്നെ ശിക്ഷിച്ചോളൂ. ബഹളം വെച്ച് വീട്ടുകാരെ ഉണർത്തി എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചോളൂ. മനസ്സിലുള്ളത് തുറന്നു പറയാൻ കഴിഞ്ഞു എന്നുള്ള മനസ്സമാധാനത്തോടെ ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാം. ഇന്ന് ആനിയുടെ ബർത്ത്ഡേ അല്ലേ? അതെ, എനിക്കറിയാം. മെയ് 21 ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നൊരു ഡേറ്റാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര ബുദ്ധിമുട്ടിയാലും ഇന്ന് ആനിയെ കണ്ടേ തീരുമെന്ന് എനിക്ക് തോന്നിയത്. ക്ഷമിക്കുക. ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഗുഡ് നൈറ്റ്. നിങ്ങളുടെ പേരെന്താ? ടോണി ലോയിസ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഒരു രാത്രി മുഴുവൻ നഗരത്തിലെ പോലീസുകാർ ഒരുമിച്ച് വലവീശിയിട്ടും ഒരു ചിന്ന കള്ളനെ പിടിക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. മോശം. എവിടുന്നാണ് സംസാരിക്കുന്നത്?
എന്ത് മണ്ടൻ ചോദ്യമാ സാറേ ഇത്. ഏതെങ്കിലും ഒരു കള്ളൻ ഇതിന് മറുപടി പറയൂ? പിന്നെ എന്ന് മുതലാ നമ്മുടെ പോലീസ് കള്ളനെ പിടിക്കാൻ വേറൊരു കള്ളന്റെ സഹായം തേടി തുടങ്ങിയത്? ഇത്തരം ചീപ്പ് മാർഗങ്ങളല്ലാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അതാണ് അന്തസ്. കാണാം. ഇതെന്ത് ജോലിയാ സാറേ നിങ്ങളുടെ? ഇന്നലെ ആണെങ്കിൽ വന്നില്ല, മിനിയാന്ന് പകല് മുഴുവൻ കിടന്നുറങ്ങി. ഇങ്ങനെയായി ശരിയാവില്ല. സാർ ഒരു കല്യാണം കഴിക്കണം. കല്യാണം ഒന്നും എനിക്ക് പറഞ്ഞിട്ടില്ല എന്റെ ജാനകിയമ്മേ. ആരും പറയണ്ട. എന്തായാലും ഞാൻ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലായില്ലേ. ഓളത്തിലിട്ട പൊങ്ങുതടി പോലെയുള്ള സാറിന്റെ ഈ പോക്ക് അങ്ങ് നിർത്തണം. സാറാ സുരേന്ദ്രൻ വക്കീലിന്റെ മോളെ കണ്ടിട്ടുണ്ടോ? നല്ല കുട്ടിയാ, നല്ലോണം പഠിപ്പുണ്ട്. സാറിന് ചേരും. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നെ കല്യാണം കഴിപ്പിച്ചേ തീരുമെന്ന് ജാനകിയമ്മക്ക് എന്താ ഇത്ര നിർബന്ധം? പിന്നെ ആരാ സാറേ ഇതൊക്കെ നോക്കാൻ? ബന്ധുക്കളില്ല, നല്ല കൂട്ടുകാരില്ല. ആരും ഇല്ലാതിരിക്കുന്നത് ആ സുഖം. അതില്ലാത്തത് കൊണ്ട് തോന്നുക. ഒരു കല്യാണം കഴിച്ച് 5-6 മക്കളൊക്കെ ആകുമ്പോൾ ഈ തോന്നലൊക്കെ അങ്ങ് പോവും. അതൊക്കെ ഇനി അടുത്ത ജന്മത്ത് മതി. ജാനകിയമ്മ പോയി കടുപ്പത്തിലൊരു ചായ ഉണ്ടായിക്കൊണ്ടുവരും. ചെല്ല്. പതുക്കെ പതുക്കെ ദേ ഇവിടെ പിടിച്ച ഇവിടെ. ആഹാ, കിടപ്പാണോ? ഓ എന്റെ കർത്താവേ, എന്തു പറ്റിയടോ? ഒന്നും പറയണ്ട സാറേ. ലോറിന്ന് ചുമ്മാ ലോഡ് ഇറക്കിയപ്പോ വെറുതെ ഒന്ന് നെഞ്ചും തല്ലി വീണു. ചുമ്മാ ലോഡിറക്കി വെറുതെ വീഴേ? കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ. സത്യമാ സാറേ. അത് പോട്ടെ, നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? സാറ് പറയുന്ന പോലെ ആളൊന്നും ഈ നാട്ടിലില്ല. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി അവന് ഇവിടെ ഉണ്ട്. 19 പോലീസുകാരെ ഈ ടൗൺ മുഴുവൻ കറക്കി ഓടിച്ചില്ല അവൻ. എന്നിട്ട് അവൻ അവന്റെ പാട്ടിന് പോയി. 19 പോലീസുകാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം ഞാൻ ഒരുത്തം വിചാരിച്ചിട്ട് എങ്ങനെ നടക്കാനാ? എന്നെ ഒന്ന് വിട്ടേക്ക് സാറ്. അത് ശരി, അപ്പൊ നീ ഒഴിയാണ് അല്ലേ? സാറ് അത്ര നിർബന്ധമാണ്, എന്നെ കൊണ്ട് 2 ഇടി ഇടിച്ചോ. അതിപ്പോ നീ പറയണ്ട, ഞങ്ങൾ ചെയ്തോളാം സമയമാകുമ്പോ, കേട്ടോ? സംഗതി അതൊന്നും അല്ല കേട്ടോ. മറ്റവൻ ശരിക്ക് പെരുമാറി കാണും. അങ്ങനെയാണെങ്കിൽ ഇത് വെറും സാമ്പിൾ വെടിക്കട്ടാ. 10, 12, 14, 15 നിലയുള്ള ഇനി പൊട്ടാൻ കെടുക്കുന്നുള്ളൂ പിള്ളേ. നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് സ്ഥലം വിട്ടോളി. എന്തിന്? പോലീസിന്റെ കൈ പെട്ടാല്. പോലീസ് ഇല്ലാത്ത നാടുണ്ടോ? എവിടെ പോവാൻ? കുടുങ്ങി. എന്തേ? ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു, അങ്ങനെ വന്നതാ. ഞാൻ ശല്യപ്പെടുത്താലും. ഏയ്, ഇതെന്റെ ഫ്രണ്ടാ ജമാല്. ജമാൽ. ഈ കുട്ടി ആരാ? ഈ- 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 എന്റെ പേര് ആനി. ആനി, ആനി, ആനി. അന്ന് ഞാൻ കാണിച്ച ധൈര്യം ഓർക്കുമ്പോ. എന്ന്? ടോണിക്ക് എവിടെ ജോലി? ടോണിയാ? അതെ, ടോണി ലൂയിസ് എന്നുള്ള എന്റെ സെക്കൻഡ് നെയിം ആണല്ലോ. ലൂയിസാ? എന്റെ മുഴുവൻ പേര് ടോണി ലൂയിസ് ആണെന്ന് അറിയില്ലല്ലേ? ആ, ഓ. ഞാൻ കസ്റ്റംസിലാണ്. ആ, ഞങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. കസ്റ്റംസിലാണല്ലേ? അതെ അതെ, ഞാനിപ്പോഴും ഡ്യൂട്ടി തന്നെ. സംശയം തോന്നിപ്പിക്കുന്ന വല്ല വള്ളമോ ബോട്ടോ കപ്പലോ കണ്ടാൽ കണ്ടാൽ ഉടനെ ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇടി വെടി, പൊതുവെ റിസ്കി ജോബാ. ആനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. അന്ന് പേടിച്ച് കാണൂല്ലേ? ഞാനപ്പോൾ പറഞ്ഞതൊക്കെ അവിവേകമായി എന്ന് തോന്നുന്നുണ്ടോ? മനസ്സിലുള്ളത് പറഞ്ഞില്ലേല് വല്ലാതെ വീർപ്പ് മുട്ടും. അതുകൊണ്ടാ. ടോണി ഇവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ. നല്ല മനോഹരമായ സായാഹ്നം. ചക്രവാളത്തിന് എന്ത് ചോപ്പ്, ആനയുടെ കവിൾത്തരം പോലെ. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ, അകത്തുണ്ടായിരുന്നോ? ഉം. സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ, അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്.
ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോ തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ആ, ഉണ്ടാക്കാം. ആ, ആ. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനെയല്ലേ. ജമാലിനെ കുറിച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. സോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതൊക്കെ വലിയ വില പിടിച്ചതാ. പിന്നെ വെറുതെ കിട്ടുവോ? അതൊന്നും സാരമില്ല ജമാലെ. ഇത്ര നല്ലതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഉമ്മ വഴക്ക് പറയും. സൂറക്കും മക്കൾക്ക് ഓരോ ജോഡി ഉടുപ്പ് മതി, വെറുതെ നിന്നെ പൈസ കളയുന്നത്. ജമാല് ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ വാങ്ങിച്ചിരുന്നത്. എന്റെ ഇഷ്ടത്തിനല്ലേ. എന്നാലും പൈസ ആരുടെ ആയാലും പൈസ തന്നെയല്ലേ? അതെ. നിങ്ങൾ ബില്ല് എഴുതിക്കോ. ആ ബില്ലൊക്കെ എടുത്ത്. ഹലോ ഹലോ, നിങ്ങളുടെ അല്ലേ? ആ പൂച്ചയ്ക്ക് കൊമ്പ് വളയ്ക്കുമ്പോഴേ നിന്റെ ബാബുക്ക വരുമെന്ന് വെച്ചാ, പെരുന്നാളിന് ഈ കുട്ടികളുടെ ഗതി ഇങ്ങനെ തന്നെ. ഞാൻ എന്തോ അമ്മ ചെയ്യ, യോഗം വേണം. നമ്മക്കാർക്കും അതില്ല. പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മൂന്തി ആവുമ്പോ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുന്നു. ഞാനും ഉണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ആണ് ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ മേടിക്കോട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സൂറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേട്ടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംബോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വേളയിൽ ചാണ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടുന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരും.